ഹലോ ഡിയർ മക്കൾസ്, വെൽക്കം ബാക്ക്. മക്കളെ അസ്ലം സാറാണ്. മക്കളെ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 7ാം ക്ലാസ്സിലുള്ള ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ അഥവാ ആകാശവിസ്മയങ്ങൾ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് സെറ്റാക്കാം. ഇതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ മുകളിലുണ്ടായിരുന്നു. മക്കൾ ആരെങ്കിലും അത് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കാണണം. നമ്മൾ ഇന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ ഒന്ന് സെറ്റാക്കാൻ പോവാണ്. മക്കൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേടാ മക്കളെ? പോവാം. അപ്പോൾ അസ്ലം സാർ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? യെസ് മക്കളെ, എന്താണ് ഈ വണ്ടേഴ്സ് ഓഫ് സ്കൈ? അതായത് ആകാശവിസ്മയങ്ങൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആകാശം നടക്കുന്നില്ല ചില സംഭവങ്ങളെക്കുറിച്ചാണ്. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുള്ള ടോപ്പിക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ട സംഗതികളാണ്. ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഷാഡോ അഥവാ നിഴലുകളെ കുറിച്ചാണ്. രണ്ടാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സോളാർ എക്ലിപ്സും അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സ് ആണ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൂര്യഗ്രഹണത്തെക്കുറിച്ചും ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ മൂൺലൈറ്റ് ഉണ്ട്, നിലാവിനെ കുറിച്ച് പറയാനുണ്ട്. പിന്നുള്ളതാണ് ഫേസസ് ഓഫ് മൂൺ, ചന്ദ്രൻ്റെ കലകൾ. അതിലാണ് വാക്സിങ്ങും വാനിങ്ങും, വൃദ്ധിയും ക്ഷയവും എന്ന ഭാഗം. അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞടാ. ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ ഇവിടെ വെച്ച് തീർക്കാന്നല്ല, അതിലുള്ള കണ്ടന്റുകൾ നമുക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞു പോവാം. ആദ്യം നിഴൽ. എന്താടാ നിഴൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചുറ്റുഭാഗത്തെ എല്ലാ കാര്യത്തിനും എന്തുണ്ടടാ, നിഴലുകളുണ്ട്. അതിൽ സർക്കുലാർ ആയിട്ടുള്ള ഗോളാകൃതിയുള്ള നിഴലുകളുണ്ട്. അത് റൗണ്ട് ഷേപ്പിലുള്ള ആൾക്കാർക്കാണ്. അതായത് ഫുട്ബോൾ, ബോൾ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ എല്ലാ ആധാര വസ്തുക്കൾക്കും എന്തുണ്ടടാ, നിഴലുണ്ട്. അപ്പോൾ മക്കളെ പറഞ്ഞോളി, ഇതാണ് പഠിച്ചു വെച്ചോളി. ഇതുള്ളൂ നമുക്ക് ആദ്യം ഷാഡോനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ ആധാര വസ്തുക്കൾക്കും നിഴലുണ്ട്. ഓൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് ഫോം ഷാഡോ. എല്ലാവർക്കും എന്തുണ്ടടാ, ഷാഡോ ഉണ്ട്. എന്നാൽ ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് സോഴ്സ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാരം എന്തുണ്ടാവുക, ഷാഡോ ഉണ്ടാവുക, നിഴൽ. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് നിഴൽ വരികയാണെങ്കിൽ എൻ്റെ ഈ ഭാഗത്തേക്കാരം എന്ത് കാണുക, ഷാഡോ വരിക. എന്നാൽ ഇവിടുന്നാണ് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് എന്ത് വരിക, ഷാഡോ കാണാം. ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഷാഡോ, ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഷാഡോ. അപ്പോൾ ഷാഡോ വരുന്നത് ലൈറ്റിൻ്റെ നേരെ എന്തായിരിക്കടാ, ഓപ്പോസിറ്റ് ആയിരിക്കും, മറക്കരുത്. പിന്നെ ഫ്രം ദ ഒബ്ജക്റ്റ് ഓൺലി സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഓൾവേസ് ഫോം സർക്കുലർ ഷാഡോ. അതായത് എപ്പോഴും എന്താണ്, ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്താണ്, അത് ഗോളാകൃതി ഉള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, വൃത്താകൃതിയുള്ള നിഴലുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ബോളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളതാണ് നിഴലിനെ കുറിച്ച്. അപ്പോൾ നിഴലിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. നമുക്ക് ചാപ്റ്റർ ഒന്ന് 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, സെറ്റാക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദ ഷാഡോ ഓഫ് ദ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ്. അതായത് ആകാശഗോളങ്ങളുടെ നിഴൽ. നമ്മളെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ടടാ എന്ത്, ഷാഡോകൾ കാണിക്കുന്നുണ്ട്. മൂണിൻ്റെ ഉണ്ട്, സണ്ണിൻ്റെതുണ്ട്, എർത്തിൻ്റെതുണ്ട്. എല്ലാവരുടെയും ഷാഡോ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ, മൂൺ ഇൻ ദ എർത്ത് ഷാഡോ. അതായത് മൂന്ന് എർത്തിൻ്റെ ഷാഡോയിൽ വരികയാണെങ്കിൽ അവിടെയാണടാ എന്ത് എക്ലിപ്സ് ഉണ്ടാവുക, ലൂണാർ എക്ലിപ്സ്. അതായത് ചന്ദ്രഗ്രഹണം. അതായത് സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ അത് ഭൂമിക്ക് തട്ടി ഭൂമിൻ്റെ നിഴല് ചന്ദ്രനിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയാണ് മക്കളെ എന്ത് വരിക, ലൂണാർ എക്ലിപ്സ് എന്ന് പറയാം. അപ്പോൾ മക്കളെ, എന്താണ് ചന്ദ്രഗ്രഹണം? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഇതാണ് മക്കളെ സൂര്യൻ എന്ന് കരുതുക. അപ്പോൾ സൂര്യൻ്റെ അടുത്ത് ഇവിടെ ആരുണ്ടടാ, എർത്ത് എന്ന് പറയുമ്പോൾ ആരാണ്, ഭൂമി അല്ലേ? ഈ ചന്ദ്രൻ ഇങ്ങനെ സൂര്യനും അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പോകുന്നുണ്ട് എർത്തിന്. അപ്പോൾ ഇവരുടെ ഈ നേർരേഖയിൽ എത്തുന്ന ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ ഈ സണ്ണിൻ്റെ ലൈറ്റ് മൂലം ഇവിടെ എന്തുണ്ടാവും, ആ എർത്തിൻ്റെ ഷാഡോ ഇങ്ങോട്ട് കിട്ടും. ആ എർത്തിൻ്റെ ഷാഡോ ആരിലേക്കാണ് വരിക, മൂണിലേക്കാണ് വരിക. അപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആരെ കാണാൻ പറ്റൂല, മൂണിനെ കാണാൻ പറ്റൂല. എന്തുകൊണ്ട് അവിടെ മൂണിനെ കാണുന്നില്ല എന്നെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ, അവിടെ മൂണിലേക്ക് എന്ത് വരുന്നുണ്ടടാ, ഷാഡോ വരുന്നുണ്ട്. ആരുടെ ഷാഡോ ആണ് വരുന്നടാ, എർത്തിൻ്റെ ഷാഡോ. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇതാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഇതിൻ്റെ പിക്ചറൈസേഷൻ ജസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത് എൻ്റെ മക്കൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. എന്തായാലും ഇതൊന്ന് ക്വസ്റ്റ്യൻ വരും, എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ഭൂമിയും ചന്ദ്രൻ്റെ നിഴലിലേക്ക് എത്തുകയാണെങ്കിൽ, ഭൂമിയും ചന്ദ്രൻ്റെ നിഴലിലേക്ക്. അപ്പം ഇനി ഭൂമിയും, അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് സൂര്യൻ്റെ അടുത്ത് ഭൂമിയേനി, അപ്പുറത്തേനി ചന്ദ്രൻ. എന്നാൽ ഇവിടെ സൂര്യൻ, ഇവിടെ ചന്ദ്രൻ, ഇവിടെ ഭൂമി വരികയാണെങ്കിൽ അതാണ് മക്കളെ എന്ത് ഗ്രഹണം, സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് എന്ന് പറയും. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഞാൻ ഒന്നുകൂടി പിക്ചറൈസേഷൻ ചെയ്ത് തരാം, മക്കളിതൊന്ന് വായിക്കാം. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഇതൊക്കെ മക്കൾ വായിച്ചാൽ നമുക്ക് അസ്ലം സാർ ഒന്ന് ഒറ്റയടിക്കൊന്ന് പറയാം. അതിൻ്റെ പിക്ചർ ഇതാ, നോയിക്കോട്ടോ. ഇത് സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം. ഇത് ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം. എന്താ മക്കളെ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോട്ടോ.
നോക്കിക്കോ, ഇവിടെ സൂര്യന്റെ വെളിച്ചം എന്തിലേക്കാണ് വരുന്നതാടാ? ചന്ദ്രനിലേക്ക് വരുന്നു. അപ്പൊ ചന്ദ്രന്റെ നിഴൽ ആർക്ക് വരുന്നു? ഭൂമിയിലേക്ക് വരുന്നു. അപ്പൊ ചന്ദ്രന്റെ നിഴലാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റില്ലടാ? സൂര്യനെ കാണാൻ പറ്റൂല. അപ്പൊ ഇത് ഏത് ഗ്രഹണമാണ് മക്കളെ? സൂര്യഗ്രഹണം എന്നാണ് അറിയപ്പെടുക, അഥവാ എന്താടാ? സോളാർ എക്ലിപ്സ് എന്നാണ് അറിയപ്പെടുക. എന്നാൽ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ഭൂമിന്റെ വെളിച്ചം ഡയറക്റ്റ് ഈ കട വരിക എർത്തിന് വരും. അപ്പൊ എർത്തിന്റെ ഷാഡോ മൂണിന് തട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആരെ കാണാൻ പറ്റൂല? മൂണിനെ കാണാൻ പറ്റൂല. അപ്പൊ ഈ രണ്ട് പിക്ചർ ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് ആരുടെ പിക്ചർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾക്കറിയാം ഇതെന്ത് ഗ്രഹണമാണ്, ചന്ദ്രഗ്രഹണാണോ സൂര്യഗ്രഹണാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾക്കറിയാം ഇത് സൂര്യഗ്രഹണമാണ്. കാരണം സൂര്യന്റെ വെളിച്ചം എന്തിലേക്കാ വരുന്നത്? സൂര്യനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റൂല? സൂര്യനെ കാണാൻ പറ്റൂല. കാരണം അവിടെ ആരുണ്ടടാ? മൂണുണ്ട്. മൂണ് ആരെ തടഞ്ഞു വെക്കുന്നുണ്ട്? സൺലൈറ്റ് തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താടാ? ഇതെന്താ എക്ലിപ്സ് ആണെന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ സോളാർ എക്ലിപ്സ് ആണ്. അത് സൂര്യഗ്രഹണം നമുക്ക് നേരിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. അത് സോളാർ ഫിൽറ്റർ സ്പെക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പിൻഹോൾ പ്രൊജക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്താടാ പ്രൊജക്ഷൻ യൂസിങ് ടെലിസ്കോപ്പ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കുക. മറക്കരുത്. ക്ലിയർ അല്ലേടാ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സിലും പറയാനുള്ളത്. മക്കൾ നന്നായിട്ട് പഠിച്ചു പോകണം. ഇനി ചന്ദ്രന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മൂൺലൈറ്റ്, അതായത് നിലാവ് എങ്ങനെ ഉണ്ടാവാന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഈ പിക്ചർ എന്തായാലും നോക്കി വെക്കണം. സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ ഓപ്പോസിറ്റ് എന്തുണ്ടാവും? ഇവിടെ നിഴലുണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സൂര്യന്റെ വെളിച്ചം മുഴുവനായിട്ട് വരുന്ന സമയത്ത് ചന്ദ്രൻ ഈ ഭൂമിയെ ചുറ്റി വരുമ്പോൾ ചന്ദ്രൻ ഇവിടെ എത്തുന്ന സമയത്ത് ഭൂമിന്റെ മുകളിലൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരടാ? ചന്ദ്രൻ. ആ സമയത്ത് സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടിയാൽ അതിന്റെ ഫലമായിട്ട് ചന്ദ്രനിലെത്തിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് ഇത് തിരിച്ച് എങ്ങോട്ടെത്തുകയാണ്? ഭൂമിക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ലൈറ്റ് ഉണ്ടാവും? മൂൺ ലൈറ്റ്. ശരിക്കും ആ മൂൺ ലൈറ്റ് ഉണ്ടാവുന്നത് ശരിക്കും മൂന്ന് മൂലമാണോ? അല്ല. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിൽ തട്ടിയത് കൊണ്ട് ആ ചന്ദ്രന്റെ വെളിച്ചമാണ് ആർക്ക് കിട്ടുന്നത്? അടിക്ക് നമുക്ക് ഭൂമിക്ക് വരുന്നത്. അപ്പൊ ചന്ദ്രന്റെ വെളിച്ചമല്ല വരുന്നത്, അത് സൂര്യന്റെ വെളിച്ചം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് തീർക്കാം. പിന്നെന്താടാ? ഫേസസ് ഓഫ് ദ മൂൺ, അതായത് ചന്ദ്രന്റെ കലകളാണ്. പല രീതിയിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. ന്യൂ മൂണ്, ഹാഫ് മൂണ്, ഫുൾ മൂണ്, അങ്ങനെയാണ് പറയാം. അതായത് കറുത്തവാവ്, വെളുത്തവാവ്, അങ്ങനെയാണ് പറയാം. അല്ലെങ്കിൽ അർദ്ധചന്ദ്രൻ, അങ്ങനെ പറയാം. ഇത് വെളുത്തവാവാണ്. ഇനി നമ്മൾ ചന്ദ്രനെ നേരിൽ കാണാൻ പറ്റാത്തതിനാണ് കറുത്തവാവ്. ഇങ്ങനെ പകുതിയായിട്ട് കാണുന്നതിനാണ് എന്ത് പറയാ? അർദ്ധചന്ദ്രൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഈ ഒരു എക്സ്പെരിമെന്റ് മക്കൾക്ക് അറിയാം. ഇവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട് അല്ലെ? ഇതിന്റെ ലൈറ്റ് ഇങ്ങോട്ട് ബോളിലേക്ക് വരും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആരെ കാണുന്നില്ല? ആ ലൈറ്റ് കാണുന്നില്ല. ഇവിടെ ഷാഡോ ആണ് വരുന്നത്. ഇവിടെ പകുതി ഷാഡോ. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് കാണുന്നുണ്ട്? ലൈറ്റ് കാണുന്നുണ്ട്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഭൂമിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സൂര്യൻ വരുന്ന ഈ ഭാഗത്ത് നമുക്ക് ചന്ദ്രനെ എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റില്ല. എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനെ മുഴുവനായിട്ട് കാണാൻ പറ്റും. എന്നാൽ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ചന്ദ്രനെ പകുതിയായിട്ട് കാണാം. ഇങ്ങനെ ചന്ദ്രനെ കാണാൻ പറ്റാത്തതിനാണ് നമ്മൾ കറുത്ത വാവെന്ന് വിളിക്കുക. കറുത്ത വാവ് എന്ന് പറയുമ്പോൾ എന്താടാ? ബ്ലാക്ക് ഹോൾ എന്ന് പറയും. അഥവാ അതിന് ഇംഗ്ലീഷിൽ പറയാം ന്യൂ മൂൺ എന്നാണ്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ചന്ദ്രന് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ചന്ദ്രനെ തീരെ കാണാൻ പറ്റാത്തത് ഈ സൂര്യന്റെ വെളിച്ചത്തിന്റെ നിഴല് മൂലമാണ്. എന്നാൽ നമ്മൾ ചന്ദ്രനെ നമ്മൾ നോക്കുന്ന സമയത്ത് പകുതി ചന്ദ്രനും പകുതി ചന്ദ്രനല്ലാതെ കാണുകയാണെങ്കിൽ അതെന്ത് ചന്ദ്രനാണ് മക്കളെ? ഹാഫ് മൂണ് അഥവാ അർദ്ധചന്ദ്രൻ എന്നാണ് അറിയപ്പെടുക. മറക്കരുത്. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സൂര്യന്റെ വെളിച്ചം അങ്ങോട്ട് കൂടുതലായിട്ട് തട്ടുന്നുണ്ട്. അതാണ് മക്കളെ എന്ത് മൂണ്? ഫുൾ മൂൺ എന്നറിയപ്പെടുക. ഫുൾ മൂണിനെ നമ്മൾ വിളിക്കുന്ന വാവാണ് വെളുത്ത വാവ് എന്ന് പറയാം. വെളുത്ത വാവ്. അപ്പൊ വെളുത്തവാവിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൗർണമി എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക? പൗർണമി. എന്നാൽ ഇവനെ നമ്മൾ വെളുത്തവാവിനെ നമ്മൾ എന്താ വിളിക്കുക? അമാവാസി എന്ന് വിളിക്കും. അമാവാസി. അതെന്നെ മക്കളെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതൊന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അമാവാസിയും പൗർണമിയും നമ്മൾ പറഞ്ഞു. അത് അമാവാസിയുള്ള സമയത്ത് നമുക്ക് ചന്ദ്രനെ എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ പറ്റൂല. എന്നാൽ പൗർണമിയുള്ള സമയത്ത് ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. ഓക്കെ. ഇനി അവർക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളത് നമുക്കൊന്ന് പറയാം. എടാ, ഇവിടുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കറുത്ത വാവിൽ നിന്നും വെളുത്ത വാവിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇതിങ്ങനെ നമ്മളെ ചുറ്റും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? വാക്സിങ് എന്ന് പറയാം. വാക്സിങ് എന്ന് പറഞ്ഞാൽ വൃദ്ധി എന്ന് പറയും. അതായത് ബ്ലാക്കിൽ നിന്നും എന്തിലോട്ട് പോയോണ്ടിരിക്കുകയാണ്? വൈറ്റിലേക്ക് പോവാണ്. ഇനി വൈറ്റിൽ നിന്നും ബ്ലാക്കിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? വാനിങ് എന്ന് പറയാം. വാനിങ് അഥവാ ക്ഷയം എന്ന് പറയും. അപ്പൊ നമ്മൾ ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് ഹാലോ.
എന്നാ വൈറ്റിൽ നിന്നും ബ്ലാക്കിലേക്ക് പോവാണെങ്കിൽ അതെന്ത് ഹാലോ എന്ന് വിളിക്കുക? ബ്ലാക്ക് ഹാലോ. മക്കളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഈ കറുത്തവാവിൽ നിന്നും വെളുത്തവാവിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കും തന്നെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ 14 ദിവസമാണ് എടുക്കുക. എത്ര ദിവസം എടുക്കുക? 14 ദിവസം. എന്നാൽ ഫുൾ മൂണിൽ നിന്നും ഹാഫ് മൂണിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഹാഫ് മൂണിലേക്ക് അല്ലെങ്കിൽ ന്യൂ മൂണിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കും? അതും എത്ര ദിവസമാണ്? 14 ദിവസം. എന്നാൽ ഈ ന്യൂ മൂണിൽ നിന്നും വീണ്ടും ന്യൂ മൂണിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ഞാൻ പറയാം. വാക്സിനും വാനിങ്ങും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മക്കൾ മറക്കണ്ട, ഏറ്റവും നന്നായി പ്രകാശിക്കുന്നത് എങ്ങോട്ടാണ്? വാക്സിനിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക? പ്രകാശിക്കുക. വാക്സിൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പ്രകാശിക്കുന്നു, എന്നാൽ വാനിങ് പറയുമ്പോൾ പ്രകാശത്തിൽ നിന്നും പ്രകാശം കുറഞ്ഞതിലേക്കാണ് പോവുക. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മക്കൾ എന്ത് ചെയ്യണം? നോക്കി പോകണം കേട്ടോ. കലണ്ടറിൽ നോക്കി വെച്ചത് നമ്മൾ പറഞ്ഞു, കലണ്ടറിൽ എത്ര ദിവസം എടുത്തു എന്നുള്ളതാണ്. 14 ദിവസം വേണം ഒരു അമാവാസിയിൽ നിന്നും പൗർണമിക്കിലെത്താൻ. എന്നാൽ പൗർണമിയിൽ നിന്നും അമാവാസിയിൽ എത്താനും എത്ര ദിവസം എടുക്കും? 14 ദിവസം. എന്നാൽ ഒരു അമാവാസിയിൽ നിന്നും മറ്റൊരു അമാവാസിയിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കും? 30 ദിവസം. അതിന്റെ കാരണം എന്താന്നുള്ളതും കൂടി പറഞ്ഞ മക്കളെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. മക്കളെ മറക്കണ്ട. അപ്പൊ എന്റെ മക്കളെ ഈ ഒരു കാര്യം മറക്കരുത്. വൃദ്ധിയും ക്ഷയും വാക്സിനും വാനിങ്ങും പറഞ്ഞ സമയത്ത് ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കടാ? എത്ര ദിവസം എടുക്കും? 14 ഡേയ്സ്. എന്നാൽ ഇവിടെ നിന്നും അങ്ങോട്ടെത്താനും എത്ര ഡേയ്സ് തന്നെയാണ്? 14 ഡേയ്സ്. എന്നാൽ ഇവ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ ടോട്ടൽ എത്ര ദിവസം? അഥവാ കറുത്തവാവിൽ നിന്നും വീണ്ടും കറുത്തവാവിലേക്ക് എത്താൻ എത്ര ദിവസം എടുക്കും ചോദിക്കാൽ 30 ഡേയ്സ് ആണ്. അതെന്തുകൊണ്ടാണ് അവിടെ 30 ദിവസം വന്നതെന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ നമ്മൾ പറയാൻ പോവുകയാണ്. ഈ കലണ്ടറൊക്കെ നോക്കി വെക്കണേ. ആൻസർ നമ്മൾ പറയാണ്. നോക്കിക്കോ, ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിൽ എത്താൻ എത്ര ദിവസം എടുക്കും? 30 ദിവസം. അതായത് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രൻ 21/3 ദിവസമാണ് വേണ്ടത്. പക്ഷെ 30 ദിവസം എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, ഇതാരാണ്? സൂര്യനാണ്. സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആര് മക്കളെ? ഭൂമി. ആ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ ചന്ദ്രൻ. എന്നാൽ ചന്ദ്രൻ ചുറ്റി ഭൂമിന്റെ അടുത്തെത്തുമ്പോഴത്തിന് ഭൂമി ഇങ്ങനെ മുന്നിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൂമി ഇങ്ങനെ മുന്നിക്ക് പോയത് കൊണ്ട് തന്നെ ചന്ദ്രൻ കറങ്ങി എത്തിയെടുക്കാൻ, ചന്ദ്രൻ കറങ്ങിയെടുക്കാൻ എത്ര ദിവസമാടാ? എത്ര ദിവസമാണ് സാധാരണ എടുക്കുക? 21/4 ദിവസമാണ് എടുക്കുക. എന്നാൽ അത് എത്ര ദിവസമായി മാറുന്നുണ്ട്? 30 ദിവസമായി മാറുന്നുണ്ട്. കാരണം ചന്ദ്രൻ ഇങ്ങോട്ട് എത്തുമ്പോഴത്തിന് ഭൂമി ഇങ്ങനെ പോവാ. എത്ര ചങ്ങായി പോവല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ ഭൂമിന്റെ ബാക്ക് പോവാ. അപ്പൊ ഓങ്ങനെ എത്തുമ്പോഴത്തിന് ഭൂമി മുന്നിക്ക് പോവാണ്. അപ്പൊ ഒരു 2 ദിവസം കൂടി ഏറെ വെക്കേണ്ടി വരും. അപ്പൊ 21/4 ദിവസമുള്ള 30 ദിവസം ആവാനുള്ള കാരണം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി. എന്നാൽ ആ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ. ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി എത്തുമ്പോഴത്തിന് ഭൂമി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ 2 ദിവസം ഏറെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്ലിം സാർ ഒന്ന് ഓടിച്ചു വിട്ടേക്കാണ്. ഇതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ മക്കളെ ലൈവ് ഇതിൽ സെക്ഷനിൽ നമ്മളെ ചാനലുണ്ട്, മക്കൾ കാണാൻ മറക്കരുത്. ഇനി എൻ്റെ മക്കൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇനി 7ാം ക്ലാസ്സിലുള്ള മക്കൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇനി നമുക്കൊരു 3 മാസം കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലേക്കാണല്ലോ പോകുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാം അടുത്ത സ്ഥിതിക്ക് ആ എക്സാമിനായിട്ടുള്ള കണ്ടക്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലുണ്ട്. മക്കൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലുണ്ട് ലിങ്ക്. മക്കൾ അല്ലെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞത് ഇത് ചുമ്മാ ഓഫറല്ല, ഇത് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ 7ാം ക്ലാസ്സും പ്ലസ് 8ാം ക്ലാസ്സും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ റാപ്പിഡ് റിവിഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. എന്തിൽ ജോയിൻ ചെയ്താൽ? 8ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ. മക്കളെ ഇനി 8ാം ക്ലാസ്സിലെത്തുമ്പോൾ അവസാനം കുത്തർന്ന് കളകള ആക്കരുത്. 8ാം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് കത്തിച്ച് വിടാനുള്ളതാണ്. മാക്സിമം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അടിച്ചു പൊളിച്ച് പഠിക്കുക. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ സൂപ്പർ ബാച്ച് 2026-27 ബാച്ച് നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മക്കൾക്ക് ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റിലുണ്ട്. ജോയിൻ ചെയ്താലുള്ള കാരണം എന്താ അറിയാമല്ലോ, നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അസ്ലം സാർ ഇതിന് മുന്നത്തെ ലൈവിലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ ഡൗട്ട് ക്ലിയറൻസും ക്വസ്റ്റ്യൻസും എല്ലാം ആപ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. മക്കൾ നന്നായി പഠിച്ച് സെറ്റാക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത കണ്ടന്റുകളുമായിട്ട് വീണ്ടും കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ വീണ്ടും സന്ധിക്ക് വരക്കും. വണക്കം. ബൈ.